ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. കേരള തമിഴ്നാട് ബോർഡറിലുള്ളൊരു സ്ഥലമാണ് രാമക്കൽമേട്. നെടുങ്കണ്ടത്ത് നിന്നും 15 കിലോമീറ്ററാണ് രാമക്കൽമേട്ടിലേക്കുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള ടൗൺ തൂക്കുപാലമാണ്. 5 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. കട്ടപ്പനയ്ക്ക് 25 കിലോമീറ്ററും കുമളിക്ക് 40 കിലോമീറ്ററും ദൂരമുണ്ട് രാമക്കൽമേട്ടിൽ നിന്നും. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന കാറ്റാടി പാടങ്ങളായ പുഷ്പഖണ്ഡവും കുരുവിക്കാനും ഒക്കെ രാമക്കൽമേടിനടുത്ത് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ട സ്ഥലമാണ് മെയിൻ എൻട്രൻസ്. നടവഴിയാണ് മേളിലോട്ട് കയറി പോകേണ്ടത്. ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന സ്ഥലമാണ്. 25 രൂപയാണ് അഡൽട്ട്സ് എൻട്രൻസ് ഫീസ്. കുട്ടികൾക്കും സീനിയർ സിറ്റിസൺസിനും 15 രൂപയാണ്. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. ഇതിൻ്റെ എൻട്രി ഫീ 15 രൂപയാണ്. രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ വാച്ച് ടവറും അതുപോലെ തന്നെ കുറവൻ്റെയും കുറുത്തിയുടെയും പ്രതിമയും. ഒരു വലിയ മരക്കുറ്റിയുടെ മുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള വേഴാമ്പൽ വന്നിരിക്കുന്നതായിട്ടാണ് ഈ വാച്ച് ടവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ വേഴാമ്പലിനെ താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പനോരമയ്ക്കും വ്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള കുറവൻ്റെയും കുറുത്തുവിയുടെയും പ്രതിമ. ആ ദൂരെ കാണുന്ന ആ ഒരു ചെറിയ മല, അതൊരു ട്രെക്കിംഗ് പോയിൻ്റാണ്. ഒരുപാട് ആൾക്കാർ ഇതുവഴി നടന്ന് ആ കാണുന്ന പാറയ്ക്ക് മുകളിൽ കയറി നിൽക്കാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന നിരപ്പുള്ള സ്ഥലം അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കമ്പമാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ. അതിൻ്റെ ചുണ്ടിൻ്റെ താഴെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഈ വാച്ച് ടവറിൻ്റെ ശില്പി നമ്മുടെ ഇടുക്കിക്കാരനായിട്ടുള്ള KR ഹരിലാലാണ്. ഈ ദൂരെ കാണുന്നതാണ് തമിഴ്നാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള വിൻഡ്മില്ലുകൾ. വളരെ വലിപ്പം കൂടിയതാണ് അവിടുത്തെ വിൻഡ്മില്ലുകൾ. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള കുറവൻ്റെയും കുറുത്തിയുടെയും പ്രതിമ കാണാം.
അടുത്തുള്ള ടൗണുകളിൽ നിന്നും രാമക്കൽമേട്ടിലേക്ക് ഒരുപാട് ജീപ്പ് സർവീസുകളുണ്ട്. 4 വീൽ ഡ്രൈവ് ജീപ്പുകളാണ് ഇവിടെ കൂടുതൽ ഓടുന്നത്. അങ്ങനെ രാമക്കൽമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുഷ്പഖണ്ഡത്തെ കാറ്റാടിപ്പാടം കാണുവാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വിൻമില്ല്. വലുപ്പത്തിൽ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളതിനേക്കാളും വളരെ വലുപ്പക്കുറവാണിതിന്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണിത്. കൂടാതെ മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട്. ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ ആകാറുണ്ട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ 2ാമത്തെ സ്ഥലമാണ് ഇത്. ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടുത്തെ കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ ഇന്നത്തെ രാമക്കൽമേട്ടിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.